ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ ശേഷം SIT രൂപീകരിച്ച 2 വർഷം കാത്തിരുന്നു. ക്യാബിനറ്റ് തീരുമാനിച്ചു SIT രൂപീകരിച്ച് മുന്നോട്ട് പോകാൻ. അപ്പോൾ തന്നെ DGP SIT രൂപീകരിച്ചു. ആ SIT പ്രവർത്തിക്കുകയാണ്. ആ SITയുടെ പ്രവർത്തനം നടക്കട്ടെ, റിപ്പോർട്ട് കിട്ടട്ടെ. റിപ്പോർട്ട് കിട്ടിയാൽ റിപ്പോർട്ടിൻ്റെ ബേസിസിൽ ശക്തമായ നടപടി. അതായത് ഉന്നത ഉദ്യോഗസ്ഥരെ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇത് തിരുത്തുകയാണ്. അപ്പോൾ നിലവിൽ ആ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് കാര്യമുണ്ടോ എന്നതാണ് അവർ ചോദിക്കുന്നത്. അതായത് നിലവിലുള്ള അന്വേഷണ സംഘത്തിന് എന്തായാലും ADGPയുടെ ചുമതലയുള്ള ഒരു താഴ്ന്ന ഉദ്യോഗസ്ഥന് അത്തരത്തിലൊരു അന്വേഷണം നടത്താൻ സാധിക്കില്ല. ഇപ്പോൾ എനിക്ക് അതിന് മറുപടി പറയാൻ പറ്റില്ലല്ലോ. കാരണം റിപ്പോർട്ട് വരാതെ എനിക്ക് പറയാൻ പറ്റും. പിന്നെ എന്നെ SIT രൂപീകരിക്കാൻ ചെയ്താൽ പോലെ അതല്ലല്ലോ. ഇപ്പോൾ നമ്മൾ SIT രൂപീകരിച്ച് വ്യവസ്ഥാപിതമായ നിലയിലാണ് പോലീസ് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ DGP ഒരു SIT രൂപീകരിച്ചു. അവരതിൻ്റെ അന്വേഷണം നടക്കുകയാണ്. അതൊരു ഫാക്ട് ഫൈൻഡിങ് ആണ്. ആ ഫാക്റ്റുകൾ പുറത്ത് വരട്ടെ. എന്താണ് എന്നുള്ളത് വസ്തുതകൾ റിപ്പോർട്ടിൽ ഉണ്ടാകുമല്ലോ. ആ റിപ്പോർട്ട് വരട്ടെ. വന്നിട്ട് റിപ്പോർട്ടിൻ്റെ ബേസിസിൽ ശക്തമായ നടപടി ഉണ്ടാകും. തീർച്ചയായിട്ടും അത് ഞങ്ങൾ അതെ തീർച്ചയായിട്ടും ക്രൈമിൻ്റെ നേച്ചറൊക്കെ മാറിപ്പോയല്ലോ. ഇപ്പം പഴയ പോലുള്ള ക്രൈം അല്ലല്ലോ. ഇപ്പം IT റിലേറ്റഡ് ആയിട്ടുള്ള ക്രൈംസാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേക പരിശീലനവും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ ചെയ്യും. ഞാൻ അന്ന് ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴാണ് സൈബർ ഡോം ആരംഭിച്ചത്. അതൊക്കെ നമ്മൾ ശക്തിപ്പെടുത്തും. അതുപോലെ തന്നെ പോലീസിൻ്റെ എണ്ണം കുറവാണ്. പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ അല്ലേ 1:9 ആണ് അല്ലേ. അത് വിമൻ പോലീസാണ്. ഓവറോൾ തന്നെ നമുക്ക് വേക്കൻസി ഇല്ലെങ്കിൽ തന്നെ വർദ്ധിപ്പിക്കാൻ ആവശ്യമുണ്ട് സാർ. വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമുണ്ട്. അതിന് ഗവൺമെൻറ് ടേക്കപ്പ് ചെയ്യും. ഗവൺമെൻറ്റിൻ്റെ സമീപനം വളരെ വ്യക്തമാണ്. സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന ഏത് അതിക്രമത്തെയും ശക്തമായി നേരിടും. അതിനകത്ത് ആര് എന്ത് എന്നുള്ള പ്രശ്നമില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായുള്ള അതിക്രമങ്ങളെ ശക്തമായി നേരിടും. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പൂർണ്ണ സുരക്ഷിതത്വം ഈ ഗവൺമെൻറ്റും പോലീസും ഉറപ്പുവരുത്തും. അവിടെ കിടന്നോട്ടെ. ഇപ്പം കെട്ടി വലിച്ചോണ്ട് പോയില്ലേ. എനിക്ക് അതിനെപ്പറ്റി ഒന്ന് പറയാനുണ്ട്. 50 വർഷമായി നടക്കുന്ന ഒരു കേസാണ്. ഈ 50 വർഷമായി നടക്കുന്ന ഒരു കേസ് അതിൽ തന്നെ 15 തവണ കോടതിയെ ഇവരെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. കഴിഞ്ഞ 10 വർഷമായി ഈ ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല. ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശമാണ് ഒരു അഡ്വക്കേറ്റ് കമ്മീഷനെ അവിടെ വെച്ച് അഡ്വക്കേറ്റ് കമ്മീഷൻ പോലീസിനെ വിളിക്കുകയാണ്. ഇമ്മീഡിയറ്റ് എവിക്റ്റ് ചെയ്യണം. ഞാൻ അന്നേരം ഫ്ലൈറ്റിലായിപ്പോയി. ഞാൻ ബാംഗ്ലൂരിൽ ഇറങ്ങിയപ്പോൾ ഞാൻ അന്നേരം DGPയോട് സംസാരിച്ചിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസിനെ വിട്ടുപോയി. കോടതിയുടെ സമ്മർദ്ദമാണ് അവരെ അതിലേക്ക്. അവരെ പോലീസ് അതിക്രമങ്ങളൊന്നും ചെയ്തില്ല. ഒരാൾ മേത്ത് പെട്രോൾ ഒഴിക്കാൻ വന്നപ്പോൾ ഫയർഫോഴ്സ് വെള്ളമടിച്ചപ്പോൾ ഈ സ്ത്രീകളൊക്കെ ഉരുണ്ട് വീഴുകയും ഒക്കെ ചെയ്ത് അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഒരു കാരണവശാലും ആര് പറഞ്ഞാലും പോലീസ് അവരെ എവിക്റ്റ് ചെയ്യാനും മറ്റു നടപടിക്കോ പോകരുത്. ഞങ്ങൾ കോടതിയെ സമീപിക്കുക. റിലീഫിന് വേണ്ടി തിങ്കളാഴ്ച AGയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇന്നലെ റോജി M. ജോണിനെ മന്ത്രിയെ ചുമതലപ്പെടുത്തി. അദ്ദേഹം അവിടുത്തെ വിക്ടിംസുമായിട്ട് സംസാരിച്ചു. അത് പരിഹരിക്കാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് ഗവൺമെൻറ് ഇടപെടുന്നത്. ഞങ്ങളാരും ഇത് അറിഞ്ഞിട്ട് പോലും ഇല്ലായിരുന്നു ഇത്രയും സംഭവം ഉണ്ടെന്നുള്ളത്. ഇന്നലെ പാറക്കൽ അബ്ദുള്ള ഒരു നിവേദനം നൽകി. ഞാനത് മേൽ നടപടി ഉണ്ടാകുമായിരുന്നു. നോക്കട്ടെ, പരിശോധിച്ചു. അത് പരാജയമാണ്. കാരണം അതിനകത്തുള്ളൊരു പ്രശ്നം, പണ്ടൊക്കെ SIമാർക്കായിരുന്നു സ്റ്റേഷൻ്റെ ചുമതല. അപ്പോൾ അവർ അഭിമാനപൂർവ്വം ഒരു SI അവിടെ സ്റ്റേഷനിൽ ജോലി ചെയ്യുമായിരുന്നു. CIയുടെ ജോലി എന്താ? 3-4 സ്റ്റേഷനിലെ നിരീക്ഷണമായിരുന്നു. അതും നഷ്ടപ്പെട്ടു.
ഡിവൈഎസ്പിയുടെ ചുമതല എന്താണ്? യൂത്ത് കോൺഗ്രസുകാർക്ക് മർദ്ദനമേറ്റതിൽ MR അജിത് കുമാറിനെതിരായ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നടപടി ഉണ്ടാകുമെന്ന് പറയുകയാണ്. അതുപോലെ തന്നെ